الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വളരെയേറെ ബഹുമാനമുള്ള സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ഏറ്റവും മാതൃകയുള്ളതാക്കി മാറ്റുന്നതിനു വേണ്ടി ബോധപൂർവം ശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടല്ലാതെ ഒരു നിമിഷവും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു നിങ്ങൾക്ക് ഒരു വഴി, ഒരു എക്സിറ്റ് ഉണ്ടാക്കിത്തരും എന്ന് അല്ലാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഞാൻ ഈ മിമ്പറിൽ നിൽക്കുന്നത്. ഈ പള്ളിയിൽ ഖുത്ബ നടത്തേണ്ട വ്യക്തി പള്ളിയുടെ തൊട്ടടുത്ത് ചെറിയൊരു ആക്സിഡന്റ്. യഥാർത്ഥത്തിൽ ഈ മിമ്പറിൽ ഖുത്ബ ഏൽക്കുകയോ അതിനുവേണ്ടി വരികയോ ചെയ്ത ആളല്ല ഞാൻ. മറിച്ച് ഒരു മകളുടെ പരീക്ഷയുടെ ഭാഗമായി വേങ്ങര സ്കൂളിൽ സെന്റർ ആയതുകൊണ്ട് ഇവിടെ വരേണ്ടി വരും. അപ്പൊ നമ്മൾ എത്ര സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്നുവോ, നമ്മൾ എന്ത് നന്മ ആഗ്രഹിക്കുന്നുവോ അത് അല്ലാഹു പരിഹരിച്ചു തരുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിതത്തിലുടനീളം നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് തഖ്വയാണ്. പരിശുദ്ധ റമദാനിൽ നമ്മൾ തന്നെയായിരുന്നുവല്ലോ. 6 നോമ്പ് ഇന്നലെ കഴിഞ്ഞു. നോറ്റവരും നോൽക്കാത്തവരും ഒക്കെ ആദ്യത്തെ പരിശുദ്ധ റമദാനിന്റെ നോമ്പ് കഴിയുമ്പോൾ നമുക്ക് ടെൻഷനുണ്ട്. പടച്ചോനെ, ഇന്നലത്തെ പോലെ ആകാൻ കഴിയില്ലല്ലോ എനിക്ക് ഇന്ന്. ഇന്നലെയുള്ള അതേ നമ്മൾ തന്നെയാണ്. ഇന്നലെ നമ്മൾ കണ്ണിനെ നിയന്ത്രിച്ചു, അതിനെ നമുക്ക് സാധിച്ചു. കാതിനെ നിയന്ത്രിച്ചു, നമുക്ക് സാധിച്ചു. ഹൃദയത്തെ നിയന്ത്രിച്ചു, നമുക്ക് സാധിച്ചു. അനാവശ്യങ്ങളിലേക്കൊന്നും നമ്മൾ പോയില്ല. അനാവശ്യമുള്ളിടത്തേക്കൊന്നും നമ്മൾ നോക്കിയില്ല. കാരണം അവിടെ നമുക്ക് ശക്തമായ ഒരു ബോധം ഉണ്ടായിരുന്നു. എന്താണ്? ഞാൻ നോമ്പുകാരനാണ്,
അതുകൊണ്ട് എന്റെ നോമ്പിനെ ബാധിക്കും എന്നതാണ് ആ ചിന്ത. ആ ചിന്ത അതാണ്, എന്റെ നോമ്പ് നഷ്ടപ്പെടരുത്. ഞാൻ സുബൈയുടെ തൊട്ടു മുമ്പ് അത്താഴം കഴിച്ച് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ ഞാൻ നോമ്പുകാരനാണ്. എന്റെ നോമ്പിനെ ബാധിക്കും അതൊക്കെ. അതാണ് അവിടെ നമ്മുടെ ചിന്ത. ശരി, ഇനി ഈ ചിന്തയെ ഒന്ന് മാറ്റി വിചാരിച്ചാൽ സാധിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. കണ്ണ് നിയന്ത്രിച്ചതും കൽബ് നിയന്ത്രിച്ചതും എല്ലാ വികാരങ്ങളെ നിയന്ത്രിച്ചതും ഏതൊരു പടച്ചോന് വേണ്ടിയാണോ ആ പടച്ചോൻ റമദാൻ കഴിഞ്ഞാൽ ആരെയും ശ്രദ്ധിക്കാത്തൊരവസ്ഥയിൽ എവിടെയോ ശുഗില്ലായി പോകുന്ന ഒരവസ്ഥയല്ല. നേരെ മറിച്ച് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പതിസ്ഥാനത്തിരുന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ആ റബ്ബ്. അലം യഅലം ബി അന്നല്ലാഹ യറാ, ആ പോയിന്റ് ശരിക്കും ഓർത്തോളണം. അലം യഅലം ബി അന്നല്ലാഹ യറാ, അവർ മനസ്സിലാക്കുന്നില്ലേ, അവർ അറിയുന്നില്ലേ എന്ത്? അല്ലാഹ് അവരെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് അവർ അറിയുന്നില്ലേ? സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, എല്ലാവരും ആലോചിക്കുക. അല്ലാഹ് നമ്മെ സദാ കണ്ടുകൊണ്ടിരിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി വഫാത്തായപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി പറഞ്ഞ വാചകം, ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചു. ഇനി ആരെങ്കിലും സർവശക്തനായ അള്ളാനെയാണോ ആരാധിക്കുന്നത് എങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഹയ്യുൽ ലാ യമൂത്ത്, മരണമില്ലാത്ത റബ്ബിനെയാണ്. സഹോദരങ്ങളെ, ഞാൻ വളരെ ഗൗരവമായി പറയുന്നു, ഞാനും നിങ്ങളും അറിയേണ്ടത് ഈ ഒരു പോയിന്റാണ്. ഹയ്യുൽ ലാ യമൂത്ത്, മരണമില്ല പടച്ചവൻ. അതുപോലെ തന്നെ ആയത്തുൽ കുർസിയിൽ പറയുന്ന പോലെ നൗമില്ല, ഉറക്കില്ല, മയക്കമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല, അശ്രദ്ധയില്ല. എല്ലാവരും ഓർക്ക് അല്ലാഹുവിന്റെ സിഫത്തുകളിൽ എല്ലാം അറിയുന്നവനാണ് റബ്ബ്. ഹൃദയത്തിന്റെ വിചാരങ്ങളും വികാരങ്ങളും ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, ഹൃദയത്തിൽ ഉള്ളത് അറിയുന്നവനാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, മുസ്ലിം ലോകത്ത് കുറ്റകൃത്യങ്ങൾ പെരുകാനുള്ള അടിസ്ഥാനപരമായ കാരണം കേരളീയമായ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, മനുഷ്യന് മതം മറക്കാതിരിക്കാനാണ് ഖുതുബ. വെള്ളിയാഴ്ച ഖുതുബ നിശ്ചയിച്ചിട്ടുള്ളത് ദീന് പഠിപ്പിക്കാനാണ്. കാരണം യഖ്റഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്, ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക, ജനങ്ങൾ ഉത്ബുദ്ധമാകാം. എന്തിൽ നിന്ന്? എല്ലാവിധ അശ്രദ്ധകളിൽ നിന്നും, എല്ലാവിധ അരാജകത്വങ്ങളിൽ നിന്നും, എല്ലാവിധ തിന്മകളിൽ നിന്നും, അവരുടെ ഹൃദയത്തെ ബാധിക്കുന്ന എല്ലാ മ്ലേച്ഛ പ്രവൃത്തികളിൽ നിന്നും ഒരു ഖുതുബയിലൂടെ അവർ നന്നാകണം. പ്രവാചക തിരുമേനിയുടെ ഖുതുബയെ പറ്റി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്താനി യജ്ലിസു ബൈനഹുമാ യഖ്റഉൽ ഖുർആൻ വയദക്കിറുൻ നാസ്, എനിക്ക് രണ്ട് ഖുതുബ ഉണ്ടായിരുന്നു. ഒന്നൊരൽപ്പം ദീർഘിച്ച് പിന്നെ നബി ഇരിക്കും, പിന്നെ ഒരൽപ്പം കൂടെ ഉപദേശിക്കും. അങ്ങനെയാണ് ഖുതുബ. യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതിയിട്ട് വയദക്കിറുൻ നാസ്, മുന്നിലിരിക്കുന്ന ജനങ്ങളെ ഉത്ബുദ്ധരാക്കും. ഒന്നുകൂടി ഞാൻ സിമ്പിളായി പറഞ്ഞാൽ, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തേക്കാൾ ഈ വെള്ളിയാഴ്ച ഉത്ബുദ്ധത കൂടുക വേണ്ടത്. ഖുതുബ കേട്ടാൽ ഉണ്ടാകേണ്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇല്ലാത്ത ഒരു വിശ്വാസവും ആചാരവും സ്വഭാവവും കർമ്മവും മാറ്റവും എന്ന് ഒന്നുകൂടെ ഞാൻ ക്ലിയർ ചെയ്യുന്നു. ഒരു 20ാമത്തെ വയസ്സിൽ മലയാളത്തിൽ ഒരു ഖുതുബ കേൾക്കാൻ ഒരു ചെറുപ്പക്കാരൻ വിചാരിക്കുന്നു വിചാരിക്കുക. അയാൾക്കൊരു 20 വയസ്സ് മുതൽ അയാൾ മാതൃഭാഷയിലാണ് ഖുതുബ നടക്കുന്നത്. 20 വയസ്സ് വരെ അയാളുടെ മഹലിലെ അറബി ഖുതുബ നടക്കുന്ന പള്ളിയിലാണ് പോയത്. പ്രത്യേകിച്ച് പള്ളിയിൽ പോയതിന് ഇപ്പൊ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് അയാള് റോട്ടിലിറങ്ങി അങ്ങാടിയിൽ ഒരു ഹോട്ടലിൽ കയറി. അപ്പൊ അവിടെ ഒരു സെൽഫി പ്രവർത്തകൻ ഇരിക്കുന്നു. സിമ്പിളായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കണം, അതാണ് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നുണ്ടാകുന്ന ഗുണം. പക്ഷെ അത് ദോഷം ചെയ്യാം വ്യക്തിക്ക്, അയാളെ വിമർശിക്കാൻ അത് കാരണമായേക്കാം. പക്ഷെ സമൂഹത്തിന് അത് ഭയങ്കരമായി ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ ഹോട്ടലിൽ കയറി, നീ എവിടെ വരും? ഞാൻ പള്ളിയിൽ നിന്ന്. ഏത് പള്ളിയിലാ പോയത്? ഞാൻ ഇങ്ങനെ ഇന്ന് മഹലിലെ പള്ളിയിലാണ്. അവിടെ ഖുതുബ ചെയ്ത് അറബി ഭാഷയിലാണ്. നീ എന്താ ഖുതുബ കേട്ടത് എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. മലയാളത്തിൽ ഖുതുബ കേട്ടത്. അപ്പൊ അയാൾ പറയാണ്, ഞാൻ ഇന്ന് സൂറത്ത് ഹദീദിലെ 16ാമത്തെ വചനമാണ് കേട്ടത്. ആ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ആ വചനം കേട്ടിട്ടാണ് ഒരു വലിയ കൊള്ളക്കാരൻ, ഒരു വലിയ വ്യഭിചാരി ഒരു പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന സമയത്ത് ഖുർആനിന്റെ ഈ വചനം അയാൾ കേട്ടു. അത് കേട്ടത് മുതൽ അയാൾ ചിന്തിച്ചു. അങ്ങനെ അയാൾ ലോകം കണ്ട ഏറ്റവും വലിയ അള്ളാഹുവിനോട് കരയുന്ന ആളായി. മരിക്കുന്നവരെ കരഞ്ഞു. ഈ ആയത്ത് കേട്ടതിന് ശേഷം കരയാത്ത ഒറ്റ ദിവസം ഉണ്ടായിട്ടില്ല. കരഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ 2 കണ്ണുകളിലും ചാലിപ്പൊഴുകി. അയാൾ പ്രേമിച്ചിരുന്നു,
അയാൾ സ്ത്രീകളുമായി പല തുന്യാസങ്ങളും ചെയ്തിരുന്നു. ഈ ആയത്ത് കേട്ടപ്പോ അയാൾക്ക് ഉത്ബുദ്ധതയുണ്ടായി. യഖ്റഉൽ ഖുർആൻ, ഖുർആൻ കേട്ടു. അപ്പൊ വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അല്ലാഹുവിന്റെ ഗ്രന്ഥം 8-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയണത് വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അവരുടെ മേൽ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടു. ഈ പള്ളി ഞാനിവിടെ മിമ്പറിലാണ്, ഞാനിവിടെ ഒരു ആയത്ത് ഓതുന്നു, അത് നിങ്ങളൊക്കെ കേൾക്കുന്നു. ഇതിന് അള്ളാഹ് പറയണത് ആ ആയത്ത് കേട്ടപ്പോ അയാൾക്ക് ഈമാൻ കൂടിയില്ല. അപ്പൊ ഈമാൻ കൂടണം. അപ്പൊ അത് അറബി കേട്ടുണ്ടാവില്ല. ആർക്കുണ്ടാവില്ല? മലയാളിക്കുണ്ടാവില്ല. അറബി അറിയാത്തൊരു ഭാഷക്കാരനായി ഈമാൻ കൂടൂല. കാരണം കൂടാനുള്ള മരുന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ. അവന്റെ ഹൃദയത്തിലാണ് മനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാ. അവന്റെ ഹൃദയത്തിന്റെ ശമനമാണ്. ഹൃദയത്തിന്റെ ശമനം അവന്റെ ഭാഷ കൊണ്ടല്ലാതെ ഉപകരിക്കപ്പെടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഞാനല്ല പറയുന്നത്, ഖുർആൻ പറയുന്നത്. ഞാൻ ഒരു നബിമാരെയും അയച്ചിട്ടില്ല മനുഷ്യന്മാരെ. എങ്ങനെയായിക്കൊണ്ടല്ലാതെ ആ നബി ഏതൊരു സമൂഹത്തിലാണോ വന്നത് ആ നബിയേക്കുള്ള പ്രാധാന്യമുണ്ട് ആ സമൂഹത്തിന്. എങ്ങനെ അള്ളാഹ് പറയാണ് ആ സമൂഹത്തിന്റെ ഭാഷ ഏതോ ആ നബി ആ സമൂഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചോളൂ. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഹിദായത്ത് കിട്ടൂല. മനസ്സിലായിട്ട് നിഷേധിച്ചാലേ ശിക്ഷയുള്ളൂ. ഒരായത്താ പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിന്റെ അർത്ഥം പറഞ്ഞു. ആയത്ത് കേട്ടോടെ അറബിയിൽ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമി ലിയുബയ്യിന ലഹും ഫയുദില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. സൂറത്ത് ഇബ്രാഹിമിലാണ് 14-ാം അധ്യായം 4-ാമത്തെ വചനം. ലോക മുസ്ലിമീങ്ങൾ മനസ്സരിച്ച് പഠിക്കേണ്ട വിഷയ മലയാളക്കരയിലെ മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും പണ്ഡിതന്മാർ പഠിക്കേണ്ട ഒരു ആയത്താണ് ഈ ഖുർആനിക വചനം. വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു റസൂലിനെയും അയച്ചിട്ടില്ല ഇല്ലാ ബിലിസാനി ഖൗമി, ഖൗമിന്റെ ഭാഷ ഏതോ ആ ഭാഷയിലല്ലാതെ. അല്ലാതെ ഒരു നബി വന്നിട്ട് ഞാൻ ഇന്ന ഭാഷക്കാരനാണ്, ഞാൻ അറബിയെ പറയൂ, നിങ്ങളൊക്കെ അറബി പഠിച്ചു, ആ നിർബന്ധ നബി വെക്കില്ല. ഒന്നുകൂടെ അയച്ചു. ഭാഷയുടെ അനുകരണത്തിലല്ല സുന്നത്ത്. ഒരു ഭാഷയുടെ അനുകരണത്തിലല്ല സുന്നത്ത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഖുത്ബകേശികൾ ചോദിച്ചാൽ ഈ പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹ് തെരഞ്ഞെടുത്ത നബിയാണ്. ആതാനിയൽ കിതാബ് വജഅലനീ നബിയ്യ. ഖുർആനാണ് 19-ാം അധ്യായം 31-ാമത്തെ വചനം. ഈസാ നബി പറയാണ് അല്ലാഹ് എന്നെ തെരഞ്ഞെടുത്തു, എനിക്ക് വേദഗ്രന്ഥവും നൽകി, തീർന്നില്ല എന്നെ നബിയാക്കുകയും ചെയ്തു. നബിയാക്കിയപ്പോ എന്നെ അല്ലാഹ് ഏത് ഭാഷയിൽ സംസാരിക്കാനാണ് പഠിപ്പിച്ച്? അരമായ ഭാഷയിൽ സംസാരിക്കാനാണ് പഠിപ്പിച്ച്. കാരണം എന്റെ ഓഡിയൻസ് അരമായ ഭാഷ തിരിയുന്നവരാണ്. അതുകൊണ്ട് എന്നെ നിയോഗിച്ചത് അരമായ ഭാഷയിലെ തൗഹീദ് പറയാനാണ്, അരമായ ഭാഷയിലെ പരലോകം പറയാനാണ്, അരമായ ഭാഷയിൽ സുന്നത്ത് പഠിപ്പിക്കാനാണ്. കൃത്യം. എന്നിട്ട് അല്ലാഹ് എന്താ പറയുന്നത്? അങ്ങനെ സംസാരിച്ചാലേ അവർക്ക് മനസ്സിലാവും, എങ്കിലേ എനിക്ക് അവരെ ശിക്ഷിക്കാൻ പറ്റും. ഒരു ഭാഷ നിങ്ങൾക്ക് അറിയാത്തൊരു ഭാഷയിൽ നമ്മുടെ കുത്തു നടത്തുന്ന 10 കൊല്ലം. നിങ്ങളിൽ ഒരാൾക്കും ഒരു മാറ്റമില്ല. 10 കൊല്ലം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ കള്ളു കുടിച്ചവൻ അതേ കുടി കൂട്ടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അവന്റെ വ്യഭിചാര ചിന്ത വർദ്ധിച്ചിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. എങ്കിൽ എന്റെ കുത്തുബ കൊണ്ട് ഈ നാട്ടിൽ ഒരു പ്രയോജനം. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 500 കുത്തുബ നടത്തി. 500 കുത്തുബയിലൂടെ ഓരോ വെള്ളിയാഴ്ചയും സ്ഫുടം ചെയ്ത ഒരു സമൂഹം ഉണ്ടായി. ഞാൻ പറയുന്നിടത്തേക്ക് മടങ്ങിപ്പോകുന്നു. സഹോദരങ്ങളെ, നമ്മൾക്ക് മാറ്റമില്ലാതിരിക്കാനുള്ള അടിസ്ഥാന കാരണം ഹൃദയത്തിനൊരു ഭാഷയുണ്ട്. ഹൃദയത്തിന്റെ ഭാഷ. ഒരാൾക്ക് നാവ് ചലിക്കുന്നില്ല, പ്രാർത്ഥനയില്ല, ശബ്ദമില്ല, പക്ഷേ അയാൾ ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ട്. ആ ഭാഷ ഏതാ? അത് അയാളുടെ ഭാഷയാണ്. ആ ഭാഷ ഇന്ന് പടച്ചിറക്കും, സംശയമില്ല. പടത്തുള്ള അവസ്ഥ അതല്ല. ഓന്റെ ഹൃദയഭാഷ അറിയുന്ന പടച്ചവൻ ഓന്റെ ഹൃദയഭാഷ നമുക്കറിയില്ല. സംസാരിക്കാത്ത ഒരുത്തന്റെ ഹൃദയഭാഷ നമുക്കറിയോ? ഓന്റെ ഹൃദയത്തിലുള്ള സംസാരത്തിലൂടെ പറഞ്ഞേ നമുക്കറിയാം ഓന്റെ ഹൃദയത്തിൽ നിന്നൊക്കെ ഉണ്ട്, ഓന്റെ ഹൃദയത്തിൽ എന്തൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്, ഓൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ പറയാൻ കഴിയണം. പക്ഷെ ഹൃദയഭാഷ അറിയുന്ന ആളാരാണ്? റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങൾ പഠിക്കുക. ഒന്ന്, ലോക മുസ്ലിമീങ്ങൾ നന്നാകാത്തതിന്റെ ഒരു കാരണം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കുത്തുബയില്ല എന്ന വിഷയമാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? ഞാനൊരു വാചകം പറയാം. അറബിയല്ല, മലയാളമല്ല, ഇംഗ്ലീഷല്ല, ഹീബ്രു ആണ്. അരമായ ഭാഷയിൽ നിന്ന് അതേ വാചകം ഹീബ്രുവിലേക്ക്. അപ്പൊ ഇസ്രായേൽ ഭാഷയ്ക്ക് ഹീബ്രു ഭാഷയില്ല. ആ ഭാഷ ഇങ്ങനെയാണ്: ശമ്മ ഇസ്രായേല അഡോണയലോഹിൻ അഡോണയൽ. ഇസ്രായേൽ സമൂഹമേ, നമ്മുടെ ദൈവം ഒന്നാണ്, നമ്മുടെ സമുദായം ഒന്നാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇതേ കാര്യം നബി എങ്ങനെയാ പറഞ്ഞത്? ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ. അതിന്റെ അങ്ങനെ ആയത് നബിന്റെ ഓഡിയൻസിന്റെ ഭാഷ അറബിയാണ്.
നേരെ മറിച്ച് ഈസാ നബിയുടെ ഭാഷ ഏതായിരുന്നു? അരമായായിരുന്നു. ആ ഭാഷയിലാണ് പറഞ്ഞു കൊടുത്ത്. എന്നാൽ ആ ഭാഷ അനുകരിക്കാനാണോ നബി നോക്കിയത്? അല്ല, ആശയം അനുകരിക്കാനാണോ റസൂലുള്ളാഹി നോക്കിയത്? പറ, മനസ്സുകൊണ്ട് പറ. ആ ആശയത്തെ ഒരു ചോർച്ചയുമില്ലാതെ, ഒരേറ്റക്കുറവുമില്ലാതെ അതേ റബ്ബ് പഠിപ്പിച്ച ഈസാ നബിയുടെ ആ ആശയം പൂർണ്ണമായി നബി എടുത്തു. പക്ഷെ ആ ഭാഷ എടുക്കാത്ത എന്താ? നബിയുടെ ഓഡിയൻസ് അറബികളായിരുന്നു. അവൻ നബി കുത്തുപടത്തി എന്തുകൊണ്ടാണ്? ഇനി നബി ഇന്ന് വേങ്ങര ഈ പള്ളിയിൽ മിമ്പറിൽ കുത്തുപടത്താൻ വരിക. നബി അറബിയിലാണ് സംസാരിക്കുന്നത്. നബി ചിലപ്പോ ഒരു ദ്വിഭാഷിയെ, കാരണം നബിയുടെ ഭാഷ, നബിക്ക് തിരിയാത്ത ഭാഷയ്ക്ക് നബി ദ്വിഭാഷിനെ വെച്ചിരുന്നു. നബി പറയുന്ന അങ്ങോട്ട് തിരിയാത്തവരുടെ കാര്യത്തിലും ദ്വിഭാഷികളെ വെച്ചിരുന്നു. അതിന് പറ, എന്തിനാത്? ആ ആളുകൾക്ക് മനസ്സിലാക്കി ഞാൻ പറഞ്ഞ അവർക്ക് മനസ്സിലാകലാണ് കാര്യം എന്താണ്? അവർക്കത് മനസ്സിലാകലാണ് കാര്യം. മനസ്സിലാക്കുക എന്നിടത്താണ് പോയിന്റ് ഗ്രന്ഥീകരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഖുത്ബയിലൂടെ മനുഷ്യർ നന്നാകണം. കാരണം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ശരിക്കും നന്നാകാൻ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ നന്നാകണമെങ്കിൽ ഖുർആനിലും സുന്നത്തിലും ഫോക്കസ് ചെയ്യണം. അത് ശരിക്കും പഠിക്കുന്ന ഒരു തലമുറ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ സമൂഹം നന്നാവൂ. അപ്പൊ നമ്മളൊക്കെ പരിശുദ്ധ റമദാനായതുകൊണ്ട് ഖുർആൻ ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചു. 6 നോമ്പ് നോൽക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ 6 നോമ്പ് നോറ്റവർക്ക് നോമ്പിന്റെ ലഹരി തന്നെ ഉണ്ടാവും, സംശയമൊന്നുമില്ല. അയാൾ ചിലപ്പം ഖുർആൻ ഓതിയിട്ടുണ്ടാവും, അയാൾ എല്ലാ സുന്നത്തും നിസ്കരിച്ചിട്ടുണ്ടാവും, അയാൾ ഒരു പ്രത്യേക കണ്ണ് നിയന്ത്രിച്ചിട്ടുണ്ടാവും. അയാളെ കൂടെ പെരുന്നാൾ ആഘോഷിച്ച് 6 നോമ്പ് നോൽക്കാത്ത ചിലപ്പോൾ ഒരാളെ നോക്കിയിട്ടുണ്ടാവും, ഒരു പെണ്ണിനെ. പക്ഷെ അയാൾ നോക്കിയിട്ടുണ്ടാവില്ല. കാരണം അയാൾ അപ്പോഴും നിയന്ത്രിക്കുന്നത് എന്താ? ഞാൻ നോമ്പില, ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റതിന്റെ കൂലിയാണ് 6 ദിവസം കൊണ്ട് ഞാൻ നേടാൻ പോകുന്നത്, അത് നഷ്ടപ്പെടുത്തരുത് ഒരു നോട്ടം കൊണ്ട് എന്ന ചിന്ത ആ നോമ്പുകാരനുണ്ടാവും. നോമ്പുകാരനല്ലാതെ അവന്റെ കൂടെ കാർ ഡ്രൈവ് ചെയ്ത ബഷീറിനോ മനസ്സിലായിട്ടുണ്ടാവും, അതുണ്ടാവില്ല. ഞാൻ പറയുന്നത് എന്നും നോമ്പുകാരാകാൻ കഴിയില്ല. പക്ഷെ എന്നും എന്റെ റബ്ബെന്നെ കാണുന്നു എന്ന ബോധം, ആ റബ്ബെന്നെ കാണുന്നു എന്ന ബോധം എന്നും. അതുകൊണ്ടാണല്ലേ എന്താണ് ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന ചോദ്യം ജിബ്രീൽ ചോദിച്ചല്ലോ. എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചു, എന്താണ് ഈമാൻ എന്ന് ചോദിച്ചു, എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞെന്താ? നീ അല്ലാഹുവിനെ കാണുന്ന പോലെ അവൻ ഇബാദത്ത് ചെയ്യാം, ഓർ അല്ലെങ്കിൽ അല്ലാഹ് നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ നീ റബ്ബിനെ ഇബാദത്ത് ചെയ്യാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൂറത്ത് ഹശറിന്റെ അവസാന വാചകം എന്താണ്? ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പ് വരുന്ന അൽ യഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മൗത്ത്, മരണം. മരണം വരെ റബ്ബിനെ ഇബാദത്ത് ചെയ്തോണം. അപ്പൊ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട്, അല്ലെ യുവാക്കളെ പറ്റി പറഞ്ഞ റജുലുൻ, ആ യുവാവിന്റെ ഒരു പ്രത്യേകത എന്താ? അല്ലെ അത്തരം യുവാക്കളുടെ പ്രത്യേകത എന്താ? അവര് ഇബാദത്തിലായിക്കൊണ്ടാണ് അവരുടെ യൗവനം കഴിച്ചു കൂട്ടിയത്. ഇബാദത്തില്ലാഹി അസ്സ വജല്ല, റഹ്മാനായ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് സൂക്ഷ്മത ഉണ്ടാവും. ഇത് സംഭവിക്കാത്തതിന്റെ രണ്ടാമത്തെ കാരണമാണ് ഇനി ഞാൻ പറയുന്നത്. ഒന്ന് ഞാൻ പറയുന്നത് ഖുത്ബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നടത്തുന്നില്ല എന്നതാണ്. രണ്ടാമത്തത് റബ്ബിനെ പറ്റി പഠിപ്പിക്കപ്പെടുന്നില്ല. മുസ്ലിം സമുദായത്തെ നിങ്ങൾ നോക്കിയാൽ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഉസ്താദുമാരുടെ ബഹുഭൂരിപക്ഷ പ്രസംഗം ശ്രദ്ധിച്ചാലും ഔലിയാക്കളുടെ കറാമത്തിൽ ഒടക്കി തട്ടി അവരുടെ പ്രബോധനം അവസാനിക്കണം. ഒന്നുകൂടി ഞാൻ ക്ലിയർ ആക്കുന്നത്, എന്റെ മനസ്സിന്റെ വേദന കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാനെ പറ്റി പഠിപ്പിച്ചുകൊണ്ടല്ലാതെ ഒരു സമൂഹത്തെ മാറ്റാൻ നിങ്ങൾ വിചാരിക്കും. ഔലിയാക്കളെ കറാമത്ത് പറഞ്ഞു ഒരു ജനതയെയും പ്രവാചകന്മാർ മാറ്റിയിട്ടേയില്ല. മാത്രമല്ല, പ്രവാചകന്മാരുടെ നാവിലൂടെ മുഅ്ജിസത്ത് കച്ചവടമാകുന്ന ഒരു വാക്ക്, ഒരൊറ്റ വാക്ക്, ഇത് ഭയങ്കര ഒരു വർത്തമാനം പറഞ്ഞു. ഇത് പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് വെച്ചിട്ട് ഒരൊറ്റ വാക്ക് ഉപയോഗിച്ചു ഒരു പ്രവാചകനും കച്ചവടം നടത്തിയിട്ടില്ല. ഒരു കറാമത്ത് പറഞ്ഞിട്ട് ആ ബീവിയിലേക്കോ ആ വലിയിലേക്കോ ഒരു നബിയും അവരെ ക്ഷണിച്ചില്ല. ഒന്നുകൂടി ശരിക്കും മനസ്സിലായിക്കൂടെ? അതുകൊണ്ട് തന്നെ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും വൃത്തത്തിൽ കറങ്ങി അള്ളാനെ മറന്ന ഒരു ജനത അവരാരും ആയില്ല. ഈ ഖുത്ബയുടെ ആഴവും വരപ്പും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി പറഞ്ഞ മാതിരി. അതായത് അവരെ എപ്പോഴും റബ്ബുമായിട്ട് ബന്ധപ്പെടുത്തി, പടച്ചോനുമായുള്ള ബന്ധം അവർക്ക് ദൃഢീകരിച്ചു. എന്ത് കാര്യമാണെങ്കിലും റബ്ബുണ്ടോ, ഇത്തക്കില്ല മഖ്റജ, ഇത്തക്കില്ല നീ എവിടെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ യാത്ര അയക്കുന്ന അയാൾ ഓർമ്മപ്പെടുത്തുന്നത് എന്താ? നിന്ന ദർഗയിൽ പോയി സിയാറത്ത് നടത്തി പോയിക്കോട്ടോ, തിരിച്ചു വരുമ്പോ അപ്പുറത്ത് അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ ദർഗയിൽ കയറി ഇങ്ങോട്ട് പോരിട്ടോ എന്നല്ല പറയുന്നത്.
മറിച്ച് എന്താ പറയുന്നത്, ദുനിയാവിൽ എവിടാണെങ്കിലും റബ്ബിനെ സൂക്ഷിച്ചോട്ടോ, പടച്ചോനെ ഭയപ്പെട്ടോ, അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യം. അതുകൊണ്ടാണ് വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. സൂറത്ത് ഖാഫ് 50-ാം അധ്യായം 17, 18, 19, 20 വചനം. ആ വചനത്ത് പറയുന്നത് എന്താണ്? നീ ഒരൊറ്റ വാക്കും ഉച്ചരിക്കുന്നില്ല, അത് നിന്റെ വലതുവശത്തും ഇടതുവശത്തും നിന്നുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടല്ലാതെ അല്ലെ ഒറ്റ വാക്കും നീ ഉച്ചരിക്കുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോൺ കോള്, ഒരു വാട്സപ്പ്, അതിൽ പറയുന്ന വാചകങ്ങള് അതാരായിക്കോട്ടെ മറുഭാഗത്ത്, എന്റെ റബ്ബ് എന്നെ കാണുന്നു, എന്റെ റബ്ബ് എന്നെ കേൾക്കുന്നു, എന്റെ വാചകങ്ങളുടെ റെക്കോർഡാണ്. ആര് റെക്കോർഡ് ചെയ്തില്ലെങ്കിലും, ആര് തെളിവാക്കിയാലും ഇല്ലെങ്കിലും, ആരുടെ കയ്യിൽ തെളിവില്ലെങ്കിലും ഉണ്ടെങ്കിലും മായ്ക്കപ്പെടാത്ത കൃത്യമായ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുമ്പോ എന്തൊരു ഗ്രന്ഥമാണെന്ന് പഠിച്ചോനെ, കുറ്റവാളി വിലപിക്കുന്ന രംഗമാണ് പഠിച്ചോനെ. ചെറുതും വലുതും, ഒരു കുഞ്ഞി വാക്ക് മുതൽ ഒരു കുഞ്ഞി ചിന്ത മുതൽ എല്ലാം രേഖപ്പെടുത്തല്ലോ. അതാ 18-ാം അധ്യായം. ഇന്ന് നമ്മൾ സൂറത്തുൽ ഓതി അല്ലെ, ഇവിടെ വന്നിട്ട് ഒരുപാട് ആളോതി, വീട്ടിൽ നിന്ന് സുബൈക്ക് ശോധി, ഒരുപക്ഷെ ഇനിയും നമ്മൾ ഓതും. അതിന്റെ 49-ാമത്തെ വചനത്തിൽ എന്താ പറയണേ? ഒരു വാക്ക് നീ ടൈപ്പ് ചെയ്യുന്നില്ല, ടൈപ്പ് ചെയ്യാം, ഫോണില് ടൈപ്പ് ചെയ്തേക്ക്, പറയുന്നില്ല. പറഞ്ഞാലാണല്ലോ ബാപ്പ കേൾക്കുക, പറഞ്ഞാലാണല്ലോ ഉമ്മ കേൾക്കുക, പക്ഷെ ടൈപ്പ് ചെയ്യാം. ഇതാര് കാണുന്നുണ്ട്? അള്ള കാണുന്നുണ്ട്. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ. എന്താ അങ്ങനെ പറഞ്ഞേ? നിന്നോട് ദേഷ്യമുണ്ട് നീ പറയാത്ത പറയില്ല, നിന്നോട് ദേഷ്യന്റെ വിചാരിച്ചിട്ട് നീ ചെയ്യാത്ത പറയില്ല, നിന്റെ കുതിര കയറില്ല. അതാണ് ആ മാന്യന്മാരുടെ പ്രത്യേകത. അവരുള്ളത് മാത്രമേ എഴുതൂ, ഒരക്ഷരവും ചോർന്നു പോവില്ല. നീ പറയാത്തൊരാശയവും പെരുപ്പിച്ച് എഴുതില്ല, നീ പറഞ്ഞൊരു കാര്യം കുറയ്ക്കില്ല. കാരണം അള്ള എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യാനല്ലാതെ മലക്കുകൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവില്ല. 66-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. അപ്പൊ വ്യക്തം ഈ മലക്കുകൾ നമ്മുടെ ഇനി ആലോചിച്ചു, നോമ്പിന് മാത്രമാണോ ഈ പ്രക്രിയ? അല്ലല്ലോ. കാരണം അള്ള പറയുന്നു, ദാ നോക്ക്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ചിന്താശേഷി എല്ലാം വിചാരണയ്ക്ക് വിധേയമാണ്. എല്ലാ കാര്യവും അള്ള ചോദിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാം റമദാനാണെങ്കിലും അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി തൗബ ചെയ്തു, നമ്മൾ ഒരുപാട് തൗബ ചെയ്തു. തൗബ എന്നും നബി ഒറ്റ ദിവസവും വൻപാപം ചെയ്തിട്ടല്ലോ 100 തവണ ഇസ്തിഗ്ഫാർ എടുത്തത്. നമുക്ക് വേണ്ടത് എന്താ അറിയാം? പടച്ചവനെ കാനു വിശുദ്ധ ഖുർആൻ പറയണം, ആ വ്യക്തികളുടെ ക്വാളിറ്റി പറയാം. നമ്മൾ രാത്രി ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, രാത്രി എഴുന്നേറ്റ് ഖുർആൻ ഓത്ത്, ഇതെല്ലാം തുടരണ്ടേ? ഇതെല്ലാം തുടരുമ്പോഴാണ് നോമ്പ് കബൂൽ ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജൂൻ വബില്ലസഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇവിടെ പറയുന്ന വാചകം എന്താ അറിയാം? ഈ വാചകം എന്താ പറയുക? ഇത് സൂറത്തുൽ ദാരിയാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന 17-18-ാമത്തെ വാചകമാണ്. രാത്രി വളരെ കുറച്ചുറങ്ങുന്നവരും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരുമാണ്. അങ്ങനെ പൊറുക്കലിനെ തേടിയാൽ അള്ള നൽകുന്ന ഓഫർ എന്താ അറിയാം? പടച്ചോന്റെ ഒരു കാര്യം, ഇത്ര വലിയ എന്താ പറഞ്ഞതിന്റെ അർത്ഥം അറിയാം? നീ ചെയ്ത പാപം മലക്കുകൾ എഴുതിയില്ലേ? നീ ചെയ്ത പാപം മലക്കുകൾ എഴുതി വെച്ചല്ലോ, അത് അള്ള മായ്ച്ചിട്ടുണ്ട് കേട്ടോ. അത് അള്ള മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. പകരം അതിന് നിനക്ക് നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊറുക്കലിനെ തേടൽ പോലും എന്താണ്? പുണ്യകരമാണ്. നമ്മൾ ചെയ്ത തെറ്റിനാണ് പൊറുക്കലിനെ തേടുന്നത്. പക്ഷെ ആ പൊറുക്കലിനെ തേടുക എന്ന റബ്ബിനോടുള്ള ഇബാദത്തിന്റെ കൂലി വേറെ തന്നെ. പൊറുക്കലിനെ തേടിയ പാപം പൊറുക്കൽ വേറെ, ആ പൊറുക്കലിനെ തേടുക എന്ന അമലിന്റെ കൂലി സുബ്ഹാനല്ലാഹ്. ഒന്ന് ചിന്തിച്ചു നോക്കണം എല്ലാവരും. അത്ര അള്ളാന്റെ കാരുണ്യം. അതുകൊണ്ടല്ല സൂറത്ത് സുമറിലെ 53-ാമത്തെ വചനം, എന്റെ കാരുണ്യത്തെ തൊട്ട് ആകാശമൊക്കെ പാപം ചെയ്തു എന്ന് തോന്നിയ ഒരു പറ്റം ആളുകൾ അവർ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ ഒരുപാട് ഇനി ചില ഒന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല, അത്രയും പാപം. ആ സമയത്താണ് ജിബ്രീലിനെ പറഞ്ഞേക്കുന്നത്. നോക്കൂ, 15 കോടി കിലോമീറ്റർ അകലെയാണ് ഒന്നാം ആകാശത്തിൽ സൂര്യൻ. 7 ആകാശങ്ങൾക്കപ്പുറത്തുനിന്ന് വരണമെങ്കിൽ ജിബ്രീൽ എത്ര സെക്കൻഡ് കൊണ്ടായിരിക്കും ഭൂമിയിലെത്തിയിട്ടുണ്ടാവുക? ചിന്തിക്കാൻ വേണ്ടിയാണ്. 15 കോടി കിലോമീറ്റർ അകലെ നിന്ന് 8 മിനിറ്റ് കൊണ്ടാണ് അല്ലേ പ്രകാശം ഭൂമിയിലെത്തി. സഹോദരങ്ങളെ ആലോചിക്കുക. നേരെ മറിച്ച് നോക്കൂ, ഒരു സെക്കൻഡിൽ 30 ലക്ഷം കിലോമീറ്റർ വേഗത, 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അത്രയും ദൂരയിൽ നിന്ന് ജിബ്രീലിനെ പറഞ്ഞിട്ട് പറയണം, എത്ര വലിയ പാപം ചെയ്തത്, എന്നോട് പൊറുക്കലിനെ നേടിയാൽ ഞാൻ അവൾക്ക് പുറത്തു കൊടുക്കും.
തീക്കുണ്ടാരത്തിൽ തൗഹീദിന്റെ ആളുകളിട്ട് കത്തിച്ച ക്രൂരന്മാരില്ലേ അവിടെ പോലും റബ്ബ് പറഞ്ഞെന്തറിയോ, എന്റെ തൗഹീദ് സ്വീകരിച്ച ആണിനെയും പെണ്ണിനെയും ചെറിയ കുഞ്ഞിനെ വരെ തീക്കുണ്ടാരത്തിലിട്ട് കരിച്ച് അവരെന്നോട് പൊറുക്കലിനെ തേടിയിരുന്നെങ്കിൽ ആ ധിക്കാരികൾക്ക് ഞാൻ പുറത്തു കൊടുക്കുമായിരുന്നു. അത്ര വലിയ പാപമൊന്നും ചെയ്തവർ ആരും വിശ്വാസത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് റബ്ബിനോട് പൊറുക്കലിനെ തേടുകയും നേരെ വെച്ചൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടെ ശുദ്ധി വരാൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള സുന്നത്ത് നോമ്പുകളെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ തെറ്റുകൾക്ക് കൂടുതൽ സാധ്യതയുള്ള ആളുകൾ, ഞാൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കാലം വളരെ മോശമായ ഒരു കാലത്തിലൂടെ അതോടൊപ്പം ലോകാടിസ്ഥാനത്തിൽ ഒരു വലിയ യുദ്ധം, അങ്കുശമില്ലാത്ത ധാർഷ്ട്യം, ധിക്കാരം, താന്തോന്നിത്വം, തെമ്മാടിത്തം, ലോകമനുഭവിക്കുന്ന വേദനകളിൽ മനസ്സലിയാത്ത രാഷ്ട്രമായ കാടി വെച്ചവരായാലും തൊപ്പി വെച്ചവരായാലും തൊപ്പി വെക്കാത്തവനായാലും ക്ലീൻ ഷേവായാലും മനസ്സ് ഒരേപോലെ ക്രൂരമാണ്. അത് ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയണം. നിങ്ങൾ നോക്കൂ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ബൗദ്ധവിശ്വാസികളും സഖ്യകക്ഷികൾ സൂറത്ത് അഹ്സാബ്, ഈ സഖ്യകക്ഷികളുമായി യുദ്ധം ചെയ്യുമ്പോൾ പോലും അള്ളാഹു പറഞ്ഞ എന്തറിയാം, അവര് ചായ്വ് കാണിച്ചാൽ നിങ്ങളും ചായ്വ് കാണിക്കണം എന്നാണ്. അപ്പൊ ഇസ്ലാമിനനുസരിക്കുന്ന ഒരു രാഷ്ട്രമാണ് നാം ഈ പലരും അംഗീകരിക്കുന്ന രാഷ്ട്രമെങ്കിൽ ആ ചായ്വിൽ അത് കേട്ട ഉടനെ ചായ്വ് കാണിക്കും. ഖുർആൻ അനുസരിക്കുന്നവരാണ്. അതില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്, അവരെന്താണ് എന്നതിന്റെ തെളിവ്. അതുകൊണ്ട് ലോകത്ത് സമാധാനത്തിന് വേണ്ടി ഉള്ളൊരുങ്ങി നമ്മൾ പ്രാർത്ഥിക്കും. സോഷ്യൽ മീഡിയയിലെ അനാവശ്യമായ ചർച്ചകളൊന്നും പങ്കെടുത്ത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്ന അതൊരു വേസ്റ്റാണ്. നമ്മൾ ആ ചർച്ച കേട്ടോണ്ടോ കേൾക്കാത്തോണ്ടോ അവിടെ പ്രത്യേകിച്ച് ഒന്നും വരാൻ പറ്റില്ല. മറിച്ച് പ്രാർത്ഥന കൊണ്ട് പർവ്വതത്തിന്റെ സ്ഥാനം വരെ മാറ്റി പ്രതിഷ്ഠിക്കപ്പെടും. അതിന് ഇസ്ലാമിക ചരിത്രം തെളിവാണ്. നമ്മൾ ചെയ്യേണ്ടത് നടത്തത്തിലും യുദ്ധത്തിലും കച്ചവട സ്ഥലത്തും വീട്ടിലും കിച്ചണിലും എവിടെയാണെങ്കിലും പടച്ചോനെ ശാന്തിയുടെ ഒരു ലോകം ഉണ്ടാവണേ റബ്ബേ, സമാധാനത്തിന്റെ ഒരു ലോകം ഉണ്ടാവണേ റബ്ബേ, ഭരണാധികാരികൾക്ക് നീ വെളിച്ചം നൽകണേ റബ്ബേ എന്ന പ്രാർത്ഥനയിൽ ഇന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന 3 രാഷ്ട്രവും ഇസ്ലാമിക വീക്ഷണത്തിൽ തെറ്റുകാരാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെറ്റുകൾ തിരുത്തി അവർ നന്നാവുക എന്നതല്ലാതെ അവർക്ക് വേറെ മാർഗം. അവരുടെ കൂടെ 1000 ആൾ കൂടി എന്നുള്ളത് കൊണ്ടോ 1000 ആൾ കൂടെ അല്ലാതുകൊണ്ടോ തെറ്റ് തെറ്റല്ലാതാവില്ല, ശരി ശരിയല്ലാതെയും ആവില്ല. ഈ കാര്യം നമ്മൾ ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ജന്മങ്ങളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിനോട് ഒരു നല്ല ബന്ധവും അതിന്റെ ഒരു പാരായണം, അതിനോട് കൂടുതലൊരു മമതയും, ഏറ്റവും ചുരുങ്ങിയ ഒരു ദിവസം 3 ഖുർആനിക വചനം പഠിച്ചാൽ 6 വർഷം കൊണ്ട് ഖുർആൻ കംപ്ലീറ്റ് മനപ്പാടാണ്. 3 ആയത്ത് ഒരു ദിവസം 5 മിനിറ്റോ 10 മിനിറ്റോ എടുത്ത് നമ്മൾ പഠിച്ചാൽ 2031 ഇതേ മാസം ഇതേ ഡേറ്റ് വരുമ്പോ തീർച്ചയായും സഹോദരങ്ങളെ ഖുർആൻ കംപ്ലീറ്റ് നമുക്ക് മനപ്പാടാണ്. 3 ആയത്ത് പഠിക്കാനുള്ള വ്യഗ്രത നമ്മൾ ഉണ്ടാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഫൈസൽ മൗലവി എളുപ്പത്തിൽ എന്ത് പ്രയാസം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്തായാലും അത് ചെറുതായാലും വലുതായാലും എത്രയും പെട്ടെന്ന് ശിഫയാക്കി അദ്ദേഹത്തിന്റെ പ്രബോധനത്തിൽ കർമ്മനിരതനാകാൻ അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്യണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾക്കൊക്കെ നീ പുറത്തു തരണമേ തമ്പുരാനെ. അള്ളാഹു നോമ്പിന്റെ തഖ്വയും സൂക്ഷ്മതയും കണ്ണും കൽബും എല്ലാം ഞങ്ങൾ സൂക്ഷിച്ചു അതുപോലെ തുടരാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ. നിന്റെ കാരുണ്യത്തിന് നീയുള്ള വിധേയമാണ്. അധർമ്മത്തിൽ നീ ഞങ്ങൾ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നിന്റെ ദീനനുസരിച്ച് വളർത്താനും നോക്കാനും ഞങ്ങൾക്ക് സാധ്യമാകണേ റബ്ബേ. ഭർത്താവെന്ന നിലയിലും മകനെന്ന നിലയിലും പിതാവെന്ന നിലയിലും അനുജനും ജ്യേഷ്ഠൻ എന്ന നിലയിലും ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഞങ്ങൾക്ക് സാധ്യമാകണേ റബ്ബേ. ജീവിതത്തിൽ കുടുംബജീവിതം നയിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും പക്വതയുള്ള ക്ഷമയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. എല്ലാവരും പരീക്ഷണങ്ങളിൽ രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു ഗഫൂറുൽ മുഅ്മിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه